പ്രത്യേകിച്ച് ഒരു കൈയടിക്ക് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന കലാകാരന്മാരെ എന്നും ആർദ്രതയോടെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വാർഡിലെ പ്രബുദ്ധരായ എല്ലാ കലാ ആസ്വാദകർക്കും ആദ്യമേ തന്നെ എ വെരി ബിഗ് താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ചിരി അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന നർമ്മം അത് ഒരിക്കലും ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നവയല്ല, മറിച്ച് സ്വാഭാവിക ജീവിതത്തിൽ ചിലർക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളെ അല്ലെങ്കിൽ ചില സംഭാഷണങ്ങളെ അതിഭാവികത്വം കലർത്തി അവരുടെ തന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഭാവനയിൽ വിരിയിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു പണിയാണ്. ആയതിനാൽ തന്നെ അതിന് പലപ്പോഴും യഥാർത്ഥ സംഭവവുമായി കാര്യമായ ഒരു ബന്ധവും ഉണ്ടാകാറില്ല. മാത്രമല്ല, ചിരിച്ചു തള്ളുക എന്ന ഉദ്ദേശത്തോടെ മാത്രം സൃഷ്ടിക്കപ്പെടുന്നവയാണ് ഇത്തരം നർമ്മങ്ങൾ. ഇവിടെ ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭാവനയിൽ വിരിഞ്ഞ ഒരു കരോൾ രാത്രിയിലേക്കാണ്. ഈ സാങ്കല്പിക കഥ നടക്കുന്നത് ഒരു കരോൾ എൻഡിംഗ് ഹൗസിലെ ബേസ്മെന്റിൽ. അതേ സുഹൃത്തുക്കളെ, പോൾ ജോസഫ് എഴുതി രഞ്ജു, ജിയോ, കെവിൻ, സുബിൻ എന്നിവർ ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ഒരു എളിയ സ്കിറ്റാണ് അടുത്തതായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സ്കിറ്റിന്റെ പേര് ശാന്തരാത്രി തിരുരാത്രി. അല്ലല്ല, സാന്റരാത്രി, ഒരു പോളി രാത്രി. ഇവനെന്ത് കോപ്പിലെ ഹോസ്റ്റാണ്, കരോളിങ്ങിന്റെ എൻഡിങ് ഹൗസ് ആയിട്ട് ഒരു നല്ല ബാർ സെറ്റപ്പ് പോലും ഇല്ല. അതുണ്ടല്ലോ എന്റെ ഇഷ്ടം. ചില വീടുകളിൽ ചെല്ലണം. വിസ്കി, കോണിയാക്ക്, വോഡ്ക, ജിന്ന്, പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം അടിക്കാൻ തക്കീല. എല്ലാം നല്ല ഒതുക്കത്തിലില്ലേ, അടുക്കി വെച്ചിരിക്കണ കാണാം. പിന്നെ നല്ല സ്വയംഭൻ ടച്ചിങ്സും വീക്കെൻഡും കരോളിങ്ങും ഓർക്കുമ്പോ തന്നെ ഒരു കുളിരാ. അതൊരു മര്യാദ വേണ്ടേ? കുപ്പിയും വെള്ളവും ടച്ചിങ്സ് എല്ലാം നമ്മൾ തന്നെ തപ്പിപ്പിടിക്കണം. വല്ലാത്ത മെനക്കെട് തന്നെ കേട്ടോ. True. Very true. So unorganized. Things are all over the place. In my 35 years of caroling experience, I never seen anything like this. ടച്ചിങ്സ് വല്ലതും കിട്ടിയോളോ? കിട്ടി. കുറച്ച് ഉണക്ക കപ്പലണ്ടിയും പിന്നെ മിക്സ്ചറും. ഇവിടെ വേറൊരു തേങ്ങയും ഞാൻ കാണുന്നില്ല. എന്ത് കോപ്പിലെ പണിയാ. കുടിയന്മാർക്കുള്ള സ്പെഷ്യൽ ചില്ലി ചിക്കനോ പോർക്കൊലത്തോ ബീഫ് ഫ്രൈയോ ഒന്നുമില്ല. ആടോ, ഈ ജാതി കുടിയന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഗഡികളുണ്ടല്ലോ, അവർക്കൊന്നും ഇനി മുതൽ കരോളിങ്ങിന്റെ എൻഡിങ് ഹൗസ് ഒട്ടും കൊടുക്കരുതെന്ന് തന്നെയാണ് എന്റെ ശക്തമായ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലമൊക്കെ അല്ലേ, ഒരു 25 ദിവസം ഇതൊക്കെ ഒഴിവാക്കിയാലെന്താ? എന്നെ പോലെ നോയമ്പൊക്കെ എടുത്ത് ആത്മീയതയിലൊന്ന് വളർന്നുകൂടെ? താൻ ഇവിടുത്തെ കോർഡിനേറ്റർ ആണോ? മര്യാദയ്ക്ക് ഒരു ബാർ സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്തവന്മാരുടെ വീട്ടിലാണോ കരോള് വെക്കുന്നത്? അതും എൻഡിങ് ഹൗസ്. എന്റെ പൊന്നിഷ്ട, ഇത് തന്നെ ഞാൻ കാല് പിടിച്ചാണ് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ വാർഡിലെ എല്ലാവന്മാരും എന്നെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ്. ഞാൻ എങ്ങാനും എൻഡിങ് ഹൗസ് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചാലോ? എടോ, ഒന്ന് പയ്യെ സംസാരിക്കേ. അവന്മാര് പോയിട്ടില്ല. സംശയം ഞാൻ തോന്നിയാണ്ടല്ലോ, അവര് നമ്മളെ അന്വേഷിച്ചപ്പോ താഴെ ഇറങ്ങി വരും. ബ്രദർ, നമ്മുടെ കുടിയന്മാരെ കാണുന്നില്ല. ബ്രദർ, അവന്മാരുടെ മുകളിൽ നിന്ന് കണ്ണെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബ്രദർ? എന്റെ പൊന്നു ബ്രദർ, ഞാൻ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്നതാണ്. അവന്മാരെ എന്റെ പയ്യനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകും. എന്നിട്ട് എന്ത് പറ്റി ബ്രദർ? ഇപ്പോഴത്തെ പിള്ളേരില്ലേ, അവൻ ഫോണിൽ തന്നെ നോക്കിയിരുന്നു. ആ ഗ്യാപ്പിൽ അവന്മാര് മുങ്ങി. ബ്രദർ, നമുക്ക് അവന്മാരെ എങ്ങനെയെങ്കിലും പൊക്കണം. എന്റെ പൊന്നു ബ്രദർ, നിരാശനാകാതെ ബ്രദർ. നമുക്കൊരു പ്രത്യാശയൊക്കെ വേണ്ടേ ബ്രദർ? ഇത് ഞാൻ ഇപ്പൊ സെറ്റാക്കാം. എങ്ങനെ സെറ്റാക്കും ബ്രദർ? കർത്താവേ, ഈ കുഞ്ഞാടുകൾ നാശത്തിലേക്കാണല്ലോ പോകുന്നത്. എന്റെ പൊന്നു ബ്രദർ, ഈ വാർഡിലുള്ള എല്ലാ കുഞ്ഞാടുകളുടെയും ബാറും അവരുടെ വീട്ടുകാർ കാണാതെ കള്ളൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നും അവരെയൊക്കെ നന്നായി എനിക്കറിയാം.
എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനങ്ങ് പകച്ചുപോയി ബ്രദർ. അയ്യോ, ആ മരണങ്ങൾ വരണുണ്ട്. ആ കുപ്പികളൊക്കെ മാറ്റി ചെയ്തു. അതെന്താടാ കാര്യം? അവന്മാര് വന്നാൽ നമുക്കൊരു തുള്ളി കിട്ടില്ല. ഓ, കേട്ടിട്ടുണ്ട്. ഒറ്റ ഇരിപ്പിൽ എത്ര കുപ്പി വേണമെങ്കിലും അടിച്ച് കാലിയാക്കുന്നമാരല്ലേ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ ഇവന്മാര് കംപ്ലീറ്റ് വേറെ ലൈനാണ്. അതെന്ത് ലൈനാടാ? ഒന്നും പറയണ്ട ഇഷ്ട. ഇവന്മാര് രണ്ടും കൂടെ ഒരു ധ്യാനം കൂടാൻ പോയതാണ്. അവന്മാര് എന്നിട്ട് കള്ളുകൂടി കംപ്ലീറ്റ് നിർത്തി. ഇപ്പൊ രണ്ടാളും കുടിക്കേയില്ല, നാട്ടുകാരെ കൊണ്ട് ഒരു തുള്ളി കുടിപ്പിക്കേയില്ല. നിങ്ങളാള് കൊള്ളാലോ ഗഡ്ഡേ. ആ ഡയലോഗ് അടിച്ചിട്ട് ഇവിടെ ഇരുന്ന് നോൺ വെജ് അങ്ങ് കീറല്ലേ? അത് പിന്നെ ഇത് കോഴിക്കാല് വറുത്തതല്ലേ, ഇതിന് എനിക്ക് നോയമ്പില്ല കേട്ടോ. മീറ്റ് കംപ്ലീറ്റ് വിട്ടുപിടിച്ചാൽ അത് ഭാര്യയ്ക്ക് പണിയാവും. വീട്ടിലെ സീനാണെങ്കിൽ മൊത്തം കലിപ്പുമാവും. ഇതാണെങ്കിൽ അവളും ഹാപ്പി, ഞാനും ഹാപ്പി. ഹാപ്പി വൈഫ്, ഹാപ്പി ലൈഫ്. ബ്രദർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബ്രദർ, ഈ കുഞ്ഞാടുകളെല്ലാം ഇവിടെ കാണുമെന്ന്. ഹോ, എനിക്കിപ്പോഴാണ് ബ്രദർ സമാധാനമായത്. സഹോദര, മദ്യം ഒരു പിശാചാണ്. അത് നിങ്ങളെ കോപിഷ്ഠരാക്കും. അത് നിങ്ങളെ നശിപ്പിക്കും, നിത്യ രോഗിയാക്കും, കുടുംബജീവിതം ശിഥിലമാക്കും. അതേ സഹോദരന്മാരെ, എൻ്റെ ആത്മസുഹൃത്തുക്കൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഉപദേശിച്ചോട്ടെ. മദ്യമില്ലാത്ത പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരും. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചറിയും. മദ്യം കുടിക്കുന്നത് മാത്രമല്ല, മദ്യപന്മാരോട് മിണ്ടുന്നത് കൂടി കൊടിയ പാവമാണ്. ആ മദ്യപന്മാരില്ലാത്ത ഒരു നേപ്രവിലാണ് ഞാൻ കാണുന്ന സ്വപ്നം. എന്റെ പൊന്നാലിയ, ഞാൻ ഈ ജോലിയുടെ തിരക്കൊക്കെ ഒന്ന് വൈൻഡ് ഡൗൺ ചെയ്യാനും രണ്ടെന്നൊക്കെ കീറി കുറച്ച് പാട്ട് പാടി കുറച്ചൊക്കെ എൻജോയ് ചെയ്യാനും ഞാൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. You said it, mister. Dude, I am here to have a few drinks, enjoy some good food, and have a great time. Like they say, eat, drink, and be merry. Don't ruin our fun. If you can't stand it, then please get lost. യൂട്യൂബ് ബ്രദർ, എൻ്റെ ബ്രദറെ, ഇതുവരെ ഞാൻ ജീവിച്ചതൊന്നും ഒരു ജീവിതമേ അല്ലായിരുന്നു. മദ്യപാനം നിർത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്താ സന്തോഷം, എന്താ സമാധാനം. പിന്നെ അങ്ങോട്ട് ശാന്തിയും ഐശ്വര്യവും കൂടെ വന്ന് പൂന്ത് വിളയാടുകയാണ്. നിന്റെയൊക്കെ വീട്ടിൽ എന്ത് തേങ്ങ വേണമെങ്കിലും വളർന്നോട്ടെ. അതെ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? If you don't want to drink, that's fine. But why are you heading into others' business? എന്റെ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിൽ എന്റെ ഭാര്യ പരിപൂർണ ഹാപ്പിയാണ്. അവളുടെ ഹാപ്പിനെസ് ആണ് എന്റെ ഹാപ്പിനെസ്. കേട്ടിട്ടില്ലേ? ഹാപ്പി വൈഫ്, ഹാപ്പി ലൈഫ്. താൻ ഭാഗ്യവാൻ തന്നെ. തൻ്റെ ഭാര്യയോട് ഇടയ്ക്കൊക്കെ എൻ്റെ ഭാര്യയെ ഒന്ന് ഉപദേശിക്കാൻ പറയണം കേട്ടോ. എന്റെ മോളോസിനില്ലാത്ത ദണ്ണമൊന്നും നിനക്ക് എന്റെ കാര്യത്തിൽ വേണ്ടാട്ടോ. ഞാൻ രണ്ടെണ്ണം അടിക്കും. ഇല്ല സഹോദര, അത് നടക്കില്ല. ഈ വാർഡില് ആരും നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളുടെ ഒരു വാശിയാണ്. അതെ, കാനായിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞുണ്ടാക്കിയില്ലേ? പിന്നെ നമ്മൾ കുറച്ച് കുടിക്കുന്നതിൽ എന്താ തെറ്റ്? I love that. These are all the modern versions of that wine. As a matter of fact, the whole brewing industry came out of that single incident. അതെ ബ്രദറെ, കർത്താവ് കൊടുത്തത് വെറും 2 തുള്ളി വീഞ്ഞാണ്. അത് വെച്ച് 2 കൂടം കള്ളു കുടിക്കുന്നതിനെ ന്യായീകരിക്കരുത്. എന്തായാലും കള്ളടി നടക്കില്ല അല്ലേ? എന്ത് പറയാനാ, നമ്മുടെയൊക്കെ ഒരു തലവിധി. ഇവന്മാരുടെ കൂടെ മസിലളിയനും ഉണ്ടോ? ഇന്നത്തെ കാര്യം ഗോവിന്ദ. ഇതിപ്പോ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയുണ്ട്. സാരമില്ല സഹോദര, തൽക്കാലം ഇത് കുടിച്ച് സമാധാനിക്കും. എടോ, ഇവനുണ്ടല്ലോ ഈ കുഞ്ഞൻ പോക്ക്, ഇവൻ ആദ്യം ചില്ലറക്കാരനല്ല. ഇവൻ ഏതാണ്ട് 100 calories ഉണ്ട്. പിന്നെ മൊത്തം ഷുഗറാണ്. ഇത് കുടിച്ചാൽ താനൊരു ഷുഗർ പേഷ്യൻ്റ് ആവും. ഷുഗർ ഈസ് എ സൈലന്റ് കില്ലർ. ഉണിയപ്പം, കേക്ക് എല്ലാം പ്രശ്നക്കാർ തന്നെയാണ്. താൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ആ കേക്കിന് തൊട്ട് കളിച്ചാൽ താൻ വിവരം അറിയും. ഗ്ലൂട്ടൻ ഫ്രീ കേക്കാണ്, പേരിന് അല്പം കാപ്സ്, പിന്നെ മൊത്തം കാഷ്യൂസ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്.
മൊത്തത്തിൽ ഫുൾ പ്രോട്ടീൻസ്. ഈ ഫെമിയേച്ചി ആള് കൊള്ളാലോ. ആന്നേ, ആ പാവത്തിന് നിന്ന് തിരിയാൻ സമയമില്ല. അതെന്ത് പറ്റി? പിള്ളേർ രണ്ടും വലുതായില്ലേ, ഇഷ്ടം പോലെ ഫ്രീ ടൈം ഒക്കെ കാണില്ലേ? ഒന്നും പറയണ്ടോ. ആ യൂസ്ലെസ് ആൾക്കാരോട് ക്ലബ് ഉണ്ടല്ലോ, നമ്മൾ ക്ലബ്ബ്. ആ ക്ലബിലെ ഓരോ ആൾക്കാരുടെയും ചലനങ്ങൾ ആരും അറിയാതെ വീഡിയോ എടുക്കണം. പിന്നെ അത് വെച്ച് ട്രോൾസ്, റീൽസ്, ബർത്ത്ഡേ വീഡിയോസ് അതും ഉണ്ടാക്കണം. പിന്നെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടീസ് അതും ഓർഗനൈസ് ചെയ്യണം. ഭാരിച്ച ഉത്തരവാദിത്താണേ. പാവന്റെ ഭാര്യ 2024 നിലത്ത് നിന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഫെമിയേച്ചിയുടെ ആ മുഖത്തുള്ള ചിരി കണ്ടായില്ലേ, ഇത്ര കഷ്ടപ്പെടുന്ന ഒരാളാന്ന് ആരും കണ്ടാ പറയില്ല കേട്ടാ. ആ, ഇന്ന് പച്ചവെള്ളം കുടിക്കാനായിരിക്കും വിധി. ഓ, പ്യൂരിഫൈഡ് വാട്ടർ. ഇത് കോക്കിനേക്കാൾ വലിയ അപകടകാരിയാണ്. ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ, അത് ക്യാൻസറസ് ആണ്. പ്യൂരിഫൈഡ് വാട്ടർ കുടിച്ചാൽ ഉറപ്പായും ക്യാൻസർ വരും. താൻ പിന്നെ എന്ത് തേങ്ങയാണ് ഈ കുടിക്കണത്? കണ്ടോ, നല്ല സ്വയംഭൻ സാധനം. ഞാൻ ഇതൊക്കെ കുടിക്കുന്നത്. അത് ശരി, താൻ ഈ ഡയലോഗെല്ലാം അടിച്ചിട്ട് സ്കോച്ചാണ് അടിക്കുന്നതല്ലേ? അല്ലടോ, ഇത് തിളപ്പിച്ചരച്ച കരിങ്ങാലി വെള്ളം. ഡെയിലി ഇത് കുടിച്ചാലുണ്ടല്ലോ, നമ്മൾ പറക്കും. ഫുൾ ജിൽ ജിൽ എന്ന് നിൽക്കും. ആ, കോഴിക്കോട്ടെങ്കിൽ കോഴിക്കോട്ടെ. എന്റെ അമ്മോ, കോഴിക്കോട്ട! ഇവൻ കൊടും ഭീകരനാണ്. ഇതിലുള്ള തേങ്ങ ഫുൾ കൊളസ്ട്രോൾ, ശർക്കര, പഞ്ചസാര ഫുൾ ഷുഗർ, അരിപ്പൊടി ഫുൾ കാർബ്സ്. സ്വന്തം ശരീരത്തോട് എന്തിനാണോ താനൊക്കെ ഇത്രയും പക വെച്ച് പുലർത്തുന്നത്? ഓ, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും നീ പട്ടിണി എടുക്കാണെന്ന്. ഒരിക്കലല്ല. ഇത് കണ്ട, ശരീരത്തിന് വേണ്ടത് ഇതൊക്കെയാണ്. അത് മിതമായ അളവ്. ഡെയിലി 1500 കാലം. ഇയാള് പറയുന്നതിലും ഒരു കാര്യമുണ്ട്. മിടുക്കൻ, എനിക്ക് സന്തോഷമായി. ഞാൻ പറയുന്നത് മനസ്സിലായ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആ, നിനക്ക് ഈയിടെ നല്ല ബൈസപ്സ് ഒക്കെ ഉണ്ടല്ലോടാ. ജിമ്മിൽ പോകാൻ തുടങ്ങിയല്ലേ? ഗുഡ് ബൈ. ഞാൻ ജിമ്മിലൊന്നും പോകാറേയില്ല. ഇത് കരോലിംഗ് പിടി ഉരുട്ടി ഉരുട്ടി കൈക്ക് നീര് വന്നാണ്. അതെങ്ങനെയാ? ഇവിടെ കരോളിംഗ് എന്ന് പറഞ്ഞ ഫുഡ് കോമ്പറ്റീഷൻ അല്ലേ? കറക്റ്റ്. ശരാശരി 10 വീട്, മിനിമം 500 കാലറീസ് ഫ്രം എ ഹൗസ്. പിന്നെ ആദ്യ അവസാനത്തെ വീട്ടിലെ വിരുന്ന് കൂടി കഴിയുമ്പോൾ ശരീരം തളരുകയുള്ളൂ. സത്യം, ഈ കാരളിങ്ങിന് പോകാൻ തന്നെ പേടിയാണ്. കഴിഞ്ഞ 2 ആഴ്ച ഫുഡ് അടിച്ച് 10-15 പൗണ്ട് കയറി. ആ, അത് ശരി. വേണമെങ്കിൽ കഴിച്ചാ പോരാ, എന്റെ ഇഷ്ടാ. ഇതിപ്പോ ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. ഫുഡ് അത് ഞാൻ ഒരിക്കലും വേസ്റ്റ് ആക്കത്തില്ല. കാരണം ഞാൻ എന്റെ ഗുരുവിന് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് മാത്രം കഴിക്കുന്നതാണ്, അല്ലാതെ ആക്രാന്തം കൊണ്ടല്ല. ഓ അല്ലെന്നേ. ഇവിടെ ആർക്കും കരോളിങ്ങിന് മൊത്തത്തിൽ ഒരു വിലയില്ല. എനിക്കാണെങ്കിൽ ഇതൊരു അടിപൊളി പരിപാടിയായിട്ടാ തോന്നണേ, പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ കരോളിങ്. അതെന്താ ഈ പ്രാവശ്യത്തെ കരോളിങ്ങിന് ഇത്ര പ്രത്യേകത? അതല്ലടാ, എന്റെ ഭാര്യയുടെ കുറെ വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു പൊളി വൈൻ അങ്ങ് വാറ്റിയെടുക്കാന്നുള്ളത്. എന്നിട്ട് എന്താവാൻ, അവള് യൂട്യൂബിൽ നിന്ന് ഒരു കിടിലൻ റെസിപ്പി കണ്ടുപിടിച്ചില്ലേ, അതും ചക്കക്കുരു വാറ്റ്. സംഭവം പൊളിച്ചോ? സംഭവം കേറി അങ്ങ് കൊളുത്തിയില്ലേ. ഇപ്പൊ നാട്ടുകാർക്ക് ആ വൈൻ മതി. ഓവേ, ഒരു മയത്തിലൊക്കെ തള്ളേന്റെ ഇഷ്ടാ. ഞാൻ കുടിച്ചതാ, ഒരു വകയ്ക്കും കൊള്ളില്ല. വാർഡിലിപ്പോ വാറ്റുകാരെ തട്ടി നടക്കാൻ മേലാന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. എന്റെ ഭാര്യ ആണെങ്കിലാ പോരിഞ്ഞ ഹാപ്പി വൈഫ്, ഹാപ്പി ലൈഫ്. അപ്പൊ ഗടികളെ, ഇവിടെ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് വിട്ടുപിടിക്കണം. എന്തായാലും കള്ളടി നടന്നില്ലേലും ഇന്നത്തെ കരോള് അടിപൊളിയായിട്ട്. എത്ര പ്രൊജക്ട്സ്, അതും മില്യൺസിന്റെ ഞാൻ പൂ പറിക്കുന്നത് പോലെ ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ ഈ 10 വീട്ടുകാരെ കൂട്ടി ഒരു ദിവസം കരോള് സംഘടിപ്പിക്കാൻ പേടുന്ന പാട്. അതും പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ എല്ലായിടത്തും പറന്നു നടക്കുന്ന കേന്ദ്രമന്ത്രിയുമില്ലാതെ നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ഇവനിങ്ങനെ പൊക്കി അടിക്കുന്ന നിന്നെ അതുപോലെ തന്നെ താഴെയിടാനാ, നീ സൂക്ഷിച്ചോ. അല്ലടാ, ഞാൻ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. എന്നെ സമ്മതിക്കണം. ഈ ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും ഞാൻ ജോലിയിൽ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര പ്രൊമോഷൻസ് കിട്ടിയേനെ. താനിത് തേങ്ങ ഒപ്പിച്ചെന്നാണ്. ഇത്ര അലമ്പൊരു കരോളിൽ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കൂടിയില്ല. അതെ, 8ാമത്തെ വീട് ബോളിംഗ് ബ്രൂക്ക്, 9ാമത്തെ വീട് ആഷ്വുഡ് പാർക്ക്, 10ാമത്തെ വീട് വീണ്ടും ബോളിംഗ് ബ്രൂക്ക്, 10ാമത്തെ വീട് വീണ്ടും ആഷ്വുഡ് പാർക്ക്. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അതെ, ഈ 4 വീട് കയറാൻ എടുത്തത് 50 മൈല്, പിന്നെ 3-3.5 മണിക്കൂർ.
അതും ഒരു $50 കിട്ടാൻ. എന്നിട്ട് കിട്ടിയോ? ഓ, എവിടുന്ന്? പക്ഷെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം. തേങ്ങാക്കൊല. തന്റെ ഒരു കോപ്പിലെ പ്ലാനിങ് കാരണം പാതിരാത്രിയായിട്ടും കരോളിങ് കഴിഞ്ഞിട്ടില്ല. ദേ, ഇവൻ ഒറ്റ ഒരുത്തിന് കാരനാണ്. അവന് 9-നും 9:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലെ കരോളിങ് പറ്റുമത്രേ. അയ്യേ, എന്ത് തോൽവിയാടാ നീ. രാവിലെ നോക്കി നടത്താനായിട്ട് ഇത് വല്ല കല്യാണം വല്ല വേണം? എൻ്റെ പൊന്നളിയ, ഞങ്ങളൊരു മൂവിക്ക് പോയതാണ്, അതുകൊണ്ടാണ് അത് പറ്റിയത്. അവന്റെ ഒരു മൂവി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? നിനക്കത് പറയാം. എൻ്റെ പാവം ഭാര്യ, അവൾ അല്ലുവിൻ്റെ ഒരു കടുത്ത ആരാധികയാണ്. എനിക്ക് അല്ലുവിൻ്റെ ചായ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞാണ് അവളെന്നെ കെട്ടാൻ തന്നെ സമ്മതിച്ചത്. നിനക്ക് അല്ലുവിന്റെ ചായയോ? ഞാനൊന്നും കാണുന്നില്ലല്ലോ ആ ചായ. നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എവിടുന്ന്? ഇപ്പോഴേ എനിക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അത് പിന്നെ എൻ്റെ നഖം നീ കണ്ടോ? അത് അല്ലുവിൻ്റെ പോലെ ഉണ്ടെന്ന് അവൾ എപ്പോഴും എന്നോട് പറയും. കൊള്ളാം. ഈ നഖ നീ അധികം അങ്ങ് വെട്ടണ്ട, സൂക്ഷിച്ചു വെച്ചോ. അതുപോട്ടെ, നിങ്ങൾ ഏത് പടത്തിനാണ് പോയത്? അല്ലുവിൻ്റെ പുഷ്പ2 പടം ഇറങ്ങിയിട്ട് 10 പാവം പിടിച്ചു നിന്നു. ഇനിയും അവളെ കാണിച്ചില്ലെങ്കിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അല്ലുമോന്റെ പടം എങ്ങനെയുണ്ട്? അമ്മോ, കിടുക്കി. എൻ്റെ ഭാര്യയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? അവൾ ഹാപ്പിയാണ്. അവളുടെ ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പി. ഹാപ്പി വൈഫ്, ഹാപ്പി ലൈഫ്. ഷോ, നിങ്ങളുടെ ഒരു പുഷ്പ കാരണം നാട്ടുകാർ മൊത്തം ഇപ്പൊ ഒരു മാർക്കോ വൈബിലാണ്. പാതിരാത്രി എന്നിട്ടും കരോൾ കഴിഞ്ഞിട്ടില്ല. ആരാണ് ഇതൊക്കെ ചാർട്ട് ചെയ്തത്? ആ കാര്യമാണ് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും അഡ്വാൻസ്ഡ് അല്ല. ബ്രോ, ഇറ്റ്സ് സച്ച് എ പൂർ പ്ലാനിങ്. ഛേ, ഇവിടെ മൊത്തത്തിൽ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈൽ ആണല്ലോ. വാട്ട് എ പിറ്റി. കാലത്തിന് മുന്നേ നടക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാലത്തിനൊപ്പമെങ്കിലും നടന്നുകൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ? അങ്ങ് എന്താണ് പറഞ്ഞു പറഞ്ഞത് ബോസ്? ഓഫ് കോഴ്സ്, ChatGPT മാൻ. സ്കെഡ്യൂളിംഗ് കോൺഫ്ലിക്ട്സ്, ലോജിസ്റ്റിക്കൽ ഇഷ്യൂ എല്ലാം അവൻ നിസ്സാരമായി പരിഹരിച്ചു തരും. ChatGPTക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ദാറ്റ്സ് ഓസം ബോസ്. പക്ഷേ ChatGPT ഫാമിലി പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കുമോ? പിന്നെ ഈവൻ വന്നതിൽ പിന്നെ എൻ്റെ കുടുംബത്ത് പ്രശ്നങ്ങളേയില്ല. ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ് ഞങ്ങളുടെ വീട്. A family like a quiet and peacefully running river? Wow, what a metaphor. പക്ഷേ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഈ ChatGPT വരെ തോട്ട് തൊപ്പിയിടും, ഉറപ്പാ. ഐ നോ യു ആർ നോട്ട് കൺവിൻസ്ഡ്. കലിപ്പിലിരിക്കുന്ന ഭാര്യയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ChatGPT ചോദിക്കുക. How to react when your wife is angry. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടി. Silence is the best ornament of the wise. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടാവും. കിട്ടി ബോസ്. ഇതെൻ്റെ അപ്പ എപ്പോഴും പറയുന്നതാ. ഇതിൻ്റെ അർത്ഥം മൗനം വിദ്വാനഭൂഷണം എന്നല്ലേ? അതെ, അതാണ് ChatGPTയുടെ ഒരു ബ്യൂട്ടി. ഇറ്റ് ഈസ് എ ഹാർമോണിയസ് കോൺഫ്ലുവൻസ് ഓഫ് കൺവെൻഷണൽ വിസ്ഡം ആൻഡ് കട്ടിംഗ് എഡ്ജ് ന്യൂറൽ ടെക്നോളജീസ്. സർ, ഇതൊന്ന് സിമ്പിളായി പറഞ്ഞുതരാമോ? എന്ന് പറഞ്ഞാൽ മോനെ, പുര കത്തുമ്പോൾ വാഴ വെട്ടരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇനിയുള്ള കാലം അവന്റെ ആയിരിക്കും. അമ്മേ, ഒന്നും മനസ്സിലായില്ല. അതായത് ചേട്ടാ, ഇത് വളരെ സിമ്പിളാണ്. ഹാപ്പി വൈഫ്, ഹാപ്പി ലൈഫ്. ബ്രോ, എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞാൻ പഴയ ആളായി. എന്നാ ബ്രദർ, നീ അങ്ങോട്ട് മാറി നിന്നേ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളടിച്ചിട്ടുള്ള ഈ ആണ്ടുപൂണ്ട് കയറ്റമൊക്കെ നിർത്തിക്കോണമെന്ന്. നീയും കുടിച്ചല്ലേ, നിനക്കും നിന്നെ തന്നെ തിരിച്ചു കിട്ടിയല്ലേ? എന്ത്? നമുക്ക് പണി കിട്ടിയോ? വെള്ളം കുടിച്ചപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാണ്. ഇത് ടീറ്റോസ് വോഡ്ക തന്നെ. അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചയായി
ഞങ്ങൾ കൊണ്ട് നടന്ന ആത്മമാരി വെറും 2 പെഗില് ആവിയായല്ലോ എൻ്റെ കർത്താവേ. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കർത്താവേ, എന്താണ് സംഭവിക്കുന്നത്? അബദ്ധത്തിൽ ഒരു പെഗടിച്ചു പോയതിന് ഈ പാപിയെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നോട് പൊറുക്കണേ. Hold on. Are you the real Santa or the Kundumel Shanta? Dude, I am the real Santa, man. Coming straight from the North Pole. എന്താ സാന്റ കിളി പോയിരിക്കുവാണോ? ഈ വർഷം നേരത്തെ അങ്ങ് പോന്നോ? മലയാളിസ് ഗഡികളാണല്ലേ. നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ ഡ്രില്ലിന് വരാനിട്ടേ. ഇവിടെ GPS ഒക്കെ പണിയെടുക്കണ്ടെന്ന് അറിയണ്ടേ. ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ, സന്തോഷം. എന്തുട്ടാ നിങ്ങളുടെ ഈ പരിപാടി ഈ സമയത്ത്? നിങ്ങൾ കുരിശ് വരെയാണോ? അത് പിന്നെ സാന്റാജി, ഞങ്ങളെ കാരോളിങ്. ഈ പാതിരാത്രിക്ക് കാരലിങ്ങോ? കണ്ടിട്ട് കാരലിംഗ് ആണെന്ന് തോന്നണല്ലോടെ. കുപ്പികളൊക്കെ അടുക്കി വെച്ചേക്കാണല്ലോ. എന്റെ പേരും പറഞ്ഞ് വെള്ളടിയാണല്ലേ. എന്തിട്ട് തോൽവിയടാ നീയൊക്കെ. മോനെ, സ്തുതിയും കൊടുത്ത് കിടന്നിറങ്ങുന്ന കിടാങ്ങളല്ലേ ഈ കണ്ണും മേടിച്ചിരിക്കണത്. ഈ കിടാങ്ങളൊക്കെ എന്റെ നോട്ടി ലിസ്റ്റ് കയറൂട്ടാ. മൊത്തത്തിലൊന്ന് ഉണങ്ങിയിട്ടിട്ടോ എന്താ പട്ടിണിയാണോ? ഒന്നും പറയണ്ട ഇഷ്ട. എന്റെ റേൻഡിയേഴ്സിന് പ്രായമായിട്ട് വരല്ലേ. എന്നെ ചുമന്ന് അവറ്റകളുടെ പരിപ്പ ഇളകി. ഞാൻ കഴിഞ്ഞവണ വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ ഓട്ടത്തിന്റെയോ ചാട്ടത്തിന്റെയോ ഒരു ക്ലബിന്റെ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഒരു 50 ക്രെഡിറ്റ് ഒപ്പിക്കാൻ ഞാൻ പെടുന്ന പെടാപാട്. ഞാനും ഈ വർഷം ക്രെഡിറ്റിന്റെ പരിപാടി തുടങ്ങിയിട്ട് മൊത്തം 200 ക്രെഡിറ്റ് ആണ് അടിച്ചത്. അതുകൊണ്ടെന്താ ഫുള്ളങ്ങ് ട്രിമ്മായില്ലേ. എനിക്ക് 250 ക്രെഡിറ്റ് ഉണ്ട്. ഒരു കാര്യമില്ല. തള്ളാതെ സാന്റ, നിങ്ങൾ ലൈപ്പോ ചെയ്തതല്ലേ? ഇന്ന് പോയടേ. എൻ്റെ ഈ വർഷത്തെ ഫിറ്റ്നസ് ചലഞ്ച് എന്താണെന്നറിയോ? 2 മണിക്കൂർ മുമ്പ് ഗിഫ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്താനാ. എനിക്ക് മിസ്സസ് ക്ലോസിനും വേണ്ടടാ ഒരു ലൈഫ്. ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. അത് മാത്രല്ല, ഈ ഫിറ്റ്നസ് ഫ്രീക്കേഴ്സിൻ്റെ ഇടയിൽ എനിക്കും പിടിച്ചു നിൽക്കണ്ടേ. സത്യം, ഈ വാർഡിലെ ഏക ഫിറ്റ്നസ് ഫ്രീക്കൻ ഈ നിൽക്കുന്നത് ഞാനാണ്. ആര്? നീയേ? എന്നിട്ടൊന്നും കാണാനില്ലടാ കുട്ട. അത് പിന്നെ മുക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ ഫിറ്റ്നസ് ഫ്രീക്കനാണ് ഞാൻ. മനെ, ഇതൊക്കെ ഒന്ന് അടിച്ചു ഒതുക്കണം കേട്ടാ. ഗടിയേ, ഈ കാരലിംഗ് ഒക്കെ പണ്ട് യൂത്ത് പയ്യന്മാരല്ലേ നടത്തിക്കൊണ്ടിരുന്നേ. ഇവിടെ യൂത്തന്മാരൊന്നും കാണാനില്ലല്ലോ. മൊത്തത്തില് ഒരു തന്ത വൈബാണല്ലോടാ. അത് പിന്നെ ഞങ്ങൾക്കൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഞങ്ങളാണ് ഇവിടുത്തെ യൂത്തന്മാർ. അല്ല സാന്റ, ഞങ്ങളെ ഇവിടുത്തെ യൂത്തന്മാർ. ഈ അപ്പച്ചന്മാർ ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. മക്കളെ, ഞാൻ വന്നപ്പോ ഇവിടെ നല്ല മ്യൂസിക്കിന്റെ സൗണ്ടാ കേട്ടല്ലോ. എൻ്റെ വലിയൊരു ആഗ്രഹട്ടെ നിങ്ങളോട് ഡാൻസ് കളിക്കാന്ന്. നമുക്കൊരു ഡാൻസാ പഠിച്ചാലോ? Game start. Give me something I can feel. Don't you want me like I want you, baby? Don't you need me like I need you now? See tomorrow, but tonight go crazy. All you gotta do is just meet me at the
അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ